ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 16. തുടർന്ന് ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണവിശേഷങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ വിശുദ്ധി തന്നെയാണ് ഏറ്റവും ആദ്യം നാം അറിയേണ്ടത്. ദൈവം വിശുദ്ധനാകുന്നു. ദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പരിശുദ്ധൻ എന്നത്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരായിരിക്കണമെന്ന് വേദപുസ്തകം അനുശാസിക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ നീതി, ദൈവം നീതിമാനാകുന്നു എന്നുള്ളതും അവനിൽ അനീതി ഒട്ടും ഇല്ല എന്നുള്ളതും അവിടുന്ന് നീതിയാൽ മനുഷ്യരെ ന്യായം വിധിക്കും എന്നുള്ളതും മാത്രമല്ല, ദൈവം തൻ്റെ നീതി വിവിധ നിലകളിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതിലൊന്നാണ് ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തോടുള്ള ബന്ധത്തിൽ നാം പിന്നാലെ അത് ഗ്രഹിക്കുന്നതായിരിക്കും. മറ്റൊന്ന് ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, കൂടാതെ അനുതപിക്കുന്ന പാപിയോട് ക്ഷമിക്കുന്നതിൽ, അതുപോലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനോടുള്ള ബന്ധത്തിലും ഇങ്ങനെ തൻ്റെ ജനത്തിനു വേണ്ടി നീതി പ്രവർത്തിക്കുന്ന ഈ ദൈവം ഇങ്ങനെ നീതിമാന്മാർക്ക് പ്രതിഫലം നൽകുന്നതിൽ കൂടി ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്നു. അതുപോലെ ദൈവം സ്നേഹമാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ദൈവം എല്ലാ നന്മയുടെയും ആകത്തുകയാണ്. സ്നേഹം, അനുകമ്പ, ദയ, കൃപ, കരുണ, ക്ഷമ ഇവയെല്ലാം ഈ സ്നേഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹം നിത്യമാണ്. അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു. അതെ, ഇത് മുഖപക്ഷമില്ലാത്ത സ്നേഹമാണ്. മറ്റൊന്നാണ് സത്യമെന്നത്. ദൈവം സത്യമാകുന്നു. ഇത് തൻ്റെ വിശ്വസ്തതയെ കാണിക്കുന്നു. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ്. ഇങ്ങനെ സർവവ്യാപി, സർവജ്ഞത, സർവശക്തി, ആദ്യന്തവിഹീനത, മാറ്റമില്ലായ്മ, സ്വയം ഭൂ എന്ന നിലയിൽ അളവില്ലാത്ത വിശുദ്ധി, നീതി, വിവേകം, സത്യം, സ്നേഹം, കരുണ ഇങ്ങനെ മുതലായ ലക്ഷണങ്ങളും സൃഷ്ടിസ്ഥിതി സംഹാര കർത്തൃത്വവും ബുദ്ധിചൈതന്യവുമുള്ള അരൂപിയായ നിസ്തുല്യ ദൈവശക്തിയെക്കുറിച്ച് നാം ഇതുവരെ കേട്ടു. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ എബ്രായർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന് വേദപുസ്തകം ആദ്യോടന്തം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്നാൽ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും ദൈവലക്ഷ്യങ്ങളെക്കുറിച്ച് ഏക അഭിപ്രായക്കാരായിരുന്നുവെന്ന് വിചാരിപ്പാൻ ന്യായമില്ല. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും തന്നെത്താൻ വെളിപ്പെടുത്തി നാം നേരത്തെ കേട്ടിരുന്നല്ലോ. യെശയ്യാ 28:10 എബ്രായർ 1:1 അടിസ്ഥാനമാക്കി ദൈവം വിവിധ കാലങ്ങളിൽ തന്നെ ആശ്രയിച്ചവർക്ക് താൻ നൽകിയ നിയമങ്ങളും അവർ അതിനെ അനുസരിച്ച വിധവും വേദപുസ്തകം മൂലം നമുക്ക് സുഗ്രാഹ്യമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പേരുകളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ 1929 വടക്കേ സുറിയായിൽ റാസ്മയിൽ അബ്രഹാമിൻ്റെ കാലം മുതൽ എബ്രായർ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്തതുവരെയുമുള്ള കാലഘട്ടത്തിൽ, അതായത് BC 2000-നും 1400-നും ഇടയിൽ ആ ദേശവാസികൾ എഴുതിയ പല പാട്ടുകളും സങ്കീർത്തനങ്ങൾ ഇങ്ങനെ മുതലായവ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും അക്കാലത്തുള്ള ഫൊയ്നീക്യർ മുതലായ ജാതിക്കാർ ഏൽ എന്ന ദേവനെയും ഏലീം എന്ന ദേവന്മാരെയും പതിവായി നമസ്കരിച്ചു വന്നുവെന്ന് അവിടെ കാണുന്നു. ഏൽ എന്നതിന് ശക്തിയുള്ളവൻ അഥവാ പ്രകാശമുള്ളവൻ എന്നാണ് അർത്ഥം. എബ്രായരും ദൈവത്തെക്കുറിച്ച് ഈ പദങ്ങളെ തുടർന്ന് പറയുന്ന നിലയിൽ ഉപയോഗിച്ച് വന്നു. അതിലൊന്നാണ് ഏലോഹിം എന്നുള്ളത്. ദൈവം വേദപുസ്തകത്തിൽ ഈ പദം ചിലപ്പോൾ ദേവതകളെയും ഭൂതങ്ങളെയും ന്യായാധിപന്മാരെയും കുറിക്കുന്നതിന് ഉപയോഗിച്ച് കാണുന്നുണ്ട്. 1 ശമൂവേൽ 28:13 ദേവൻ എന്നർത്ഥത്തിലും സങ്കീർത്തനം 82:1 സാധാരണമായി ഈ പദം അത്യുന്നതനായ ഏകദൈവത്തെയുമാണ് കുറിക്കുന്നത്.